Good afternoon to all. Good afternoon. Good afternoon. Good afternoon. Good afternoon. Yeah, good afternoon. Just wait a second. Okay. Start here, Namka. Good afternoon to all. Good afternoon, ma'am. Okay. എല്ലാവരും ready ആണോ? Yes, ma'am. Okay. Start ചെയ്താലോ നമുക്ക്? എന്താണ് എനർജി ഇല്ലല്ലോ? ലഞ്ച് കഴിച്ചു എല്ലാവരും? ലഞ്ച് കഴിച്ചു. ആക്റ്റീവ് ആണ്. സെലിബ്രേറ്റ് ചെയ്യാൻ റെഡി ആണോ? Yeah. Ready? Start ചെയ്യൂ. Prayer. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലും ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകുവോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. Okay. Then next എന്താ? ഉണ്ടോ? മാം, ക്രിസ്മസ് ഫ്രണ്ട് നമ്മൾ എടുക്കാന്ന് തീരുമാനിച്ചായിരുന്നു മാം. അപ്പം നമ്മുടെ ക്ലാസ്സിലെ ഒരുപാട് സ്റ്റുഡൻസ് ഫീ അടച്ചിട്ടില്ല. കുറച്ച് പേർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവർക്കും പറ്റുന്ന എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അവരുടെയൊക്കെ ഫീ അടയ്ക്കാം എന്നൊരു തീരുമാനത്തിലാണ്. അപ്പം മാമിൻ്റെ അഭിപ്രായം? നല്ല കാര്യം, വളരെ നല്ല കാര്യം. പ്രത്യേകിച്ച് ഞാൻ നല്ല കാര്യമല്ലേ, ഞാൻ അഭിപ്രായം എന്തിനാ നോക്കുന്നേ? നിങ്ങൾക്കത് ഓക്കെ അല്ലേ? അല്ലേ? നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യാം, അല്ലെ? ആർക്കും വലിയ ബാധ്യതയാണെന്നോ അങ്ങനെയൊന്നല്ല. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കുറഞ്ഞ എമൗണ്ട് മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആണെങ്കിൽ ഒക്കെയാണ് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ഫോർവേഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ. ഇല്ല മാം, എല്ലാം സെറ്റ് ചെയ്തായിരുന്നു. അന്നേരപ്പോഴേക്കും കുറച്ച് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാരണം ചോദിച്ചപ്പം ഇത് ഗിഫ്റ്റ് ഒന്നും വാങ്ങാനുള്ള എമൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കത് വിഷമമാവും, നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കത് വിഷമമാവും എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് പേര് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾ ഫീ അടച്ചിട്ടില്ല, കുറേ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് പോലും ഇതുവരെ വാങ്ങാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തപ്പോൾ കുറേ പേര് അവരവരാൽ കഴിയുന്ന എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് ഇട്ട സമ്മാനം എല്ലാവരും കൊറിയർ ചെയ്യാം, അല്ലെങ്കിൽ കോൺവെക്കേഷൻ വരുമ്പോൾ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ പഠിക്കുന്ന മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണെന്ന് അവർ പറഞ്ഞു. കുറച്ച് പേര് അവർക്കൊരു സങ്കടമല്ലേ, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കാനില്ലാഞ്ഞിട്ടാണ്
വാങ്ങാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ അവർക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല. അപ്പൊ ഇതും ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്ത് അപ്പൊ കുറെ പേരൊക്കെ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരു 5-6 പേരോളം ഫീ അടയ്ക്കാത്തതുണ്ട്. അപ്പം അത് എൻക്വയറി ചെയ്തിട്ട് കറക്റ്റായിട്ട് ആർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലാണ് മാം. അതുകൊണ്ട് ക്രിസ്മസ് ഫ്രണ്ട് ഇടുന്നില്ല. ഓക്കെ, ശരിയാണ്, മറ്റുള്ളവർക്കത് ബുദ്ധിമുട്ടാണ്. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോ ഇനി എന്താണ് പരിപാടി? പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ? യെസ് മാം, പ്രോഗ്രാമിന്റെ പ്രയർ ആണ് ഫസ്റ്റ്. നൈസി ജോർജ്. ഇന്ന് നിങ്ങളാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, മൊത്തത്തിലുള്ള പാട്ട് ഇപ്പൊ പാടി, പ്രോഗ്രാമിന്റെ പാട്ടൊന്നുമില്ല, പ്രയർ ഇപ്പൊ പാടിയ. ഓക്കെ, ദെൻ എനിക്ക് ഫസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടി, എനിക്ക് അറിയില്ല, ഇന്ന് സെലിബ്രേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ സെലിബ്രേഷൻ ആണ്. ബാക്കി നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ ഫുൾ ബ്ലാങ്ക് ആണ്. ബാക്കിയെല്ലാം നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യാം, ഓരോ പ്രോഗ്രാംസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാൻ വെയിറ്റിംഗ് ആണ്. എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. വെയിറ്റിംഗ്. ഓക്കെ മാം. നെക്സ്റ്റ് മാം, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് സ്റ്റാർ, ചിക്കുമോൾ എന്റെ വകയാണ്, ഞാൻ കാണിക്കാവേ. മാം എല്ലാം ഞാൻ സെറ്റ് ചെയ്ത്, എല്ലാവരും ക്ഷമിക്കണം, സെറ്റ് ചെയ്ത്. ഇവിടെ കാറ്റ് കൊണ്ടിട്ട് കുറെയൊക്കെ പറന്നു പോയി, ക്ലൈമറ്റ് ഇവിടെ ശരിയല്ല. പിന്നെ ഞാൻ നൈറ്റ് വ്യൂ ഒക്കെ എടുത്തായിരുന്നു, അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. ഹസ്ബൻഡ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി മീറ്റിംഗ് ആണ് പറഞ്ഞ ലാപ്ടോപ്പും കൊണ്ട് പോയി. കാരണം എനിക്കത് നൈറ്റ് വ്യൂ ആയിരുന്നു അടിപൊളി. അപ്പൊ പകലത്തെ ഒരു വ്യൂ മാത്രം ഞാനൊന്ന് കാണിക്കാവേ. സ്റ്റാർ ലൈറ്റ്സ് ഒക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. ഞാൻ പറ്റുമെങ്കിൽ ഇടയ്ക്കൊന്ന് കാണിക്കാം, ഹസ്ബൻഡ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഞാൻ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്, നല്ല ലൈറ്റ് ഒക്കെ ഇട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. ഇതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ സോറി ഫ്രണ്ട്സ്. എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ മാമിനും. ഓക്കെ, താങ്ക് യു. ഒക്കെ ആയി സെറ്റ് ചെയ്തു എല്ലാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് മാം, ക്രിസ്മസ് ക്രിബ്, പ്രസീതായും. പ്രസീത ഇല്ലേ? ഓൺലൈൻ. പ്രോഗ്രാമിന് വേണ്ടി സെറ്റ് ചെയ്തതാണോ എല്ലാവരും? ആണോ? അല്ല മാം, ഇത് വീട്ടിൽ നമ്മൾ എല്ലാ കൊല്ലവും സെറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഉണ്ണീശ്വരൻ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്. അതിന് വെച്ചു. ഓക്കെ, സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, അങ്ങനെ പുൽക്കൂടായി, ട്രീ ആയി, എല്ലാം ആയി അല്ലേ? നെക്സ്റ്റ് മാം, നമ്മുടെ സാന്താക്ലോസ്, മഞ്ജുരാജ്. മഞ്ജു, എവിടെ സാൻഡെ കാണുന്നില്ലല്ലോ. മഞ്ജു ഓൺലൈൻ ഉണ്ടല്ലോ മാം. മഞ്ജു റെഡി ആയിട്ട് ഇരിപ്പുള്ളെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചായിരുന്നു. അത് പോരായിരിക്കാം, ചിലപ്പോ ഒന്നുകൂടെ റെഡിയാവാൻ പോയായിരിക്കാം. മഞ്ജു ഉണ്ടോ അവിടെ? മഞ്ജു അല്ല, സാൻഡ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല കേട്ടോ, ആളില്ല കേട്ടോ. സാന്റ റെഡിയാവുന്നു. മിസ്സേ, ഞാനിവിടെ ഉണ്ട്, മൊബൈല് റെഡി ആയിട്ടില്ല, ഒന്ന് നോക്കട്ടെ, വെയിറ്റ് ചെയ്യ്. പാട്ടിടാൻ പറ്റണില്ല, പാട്ടിടട്ടെ കേട്ടോ ഒന്ന്.
Happy Christmas and Happy New Year, all friends and teachers. Same Yeah. Happy Christmas. to you. Same to you. ഓക്കെ മഞ്ജു നല്ല വൈബാണല്ലോ അവിടെ. പിന്നെ എല്ലാവർക്കും ഈ വർഷം നല്ല അടിപൊളിയായിരിക്കട്ടെ, സന്തോഷത്തോടെ ഇരിക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഓക്കെ സാന്റ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. Yeah. Okay. And then. Okay. കൊള്ളാം മഞ്ജു, കൊള്ളാട്ടോ. അടിപൊളിയായിട്ടുണ്ട് മഞ്ജു. ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നോക്കി ഒരു ക്രിസ്മസ് വൈബ് വരുന്നുണ്ട്, ഒരു നൈറ്റ് ഫീൽ ഉണ്ട്. ഡേ ആണെന്ന് തോന്നില്ല കേട്ടോ, ലൈറ്റിങ്ങും ഓക്കെ. സാന്റക്ക് ഒരു ആഗ്രഹമുണ്ട്, എല്ലാരും നമ്മുടെ ഇതില് വരണം. അപ്പൊ നമുക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് മുഖം ഫോട്ടോ എടുക്കാൻ നമ്മുടെ മാഗസീനിലൊക്കെ കൊടുക്കാനാണ് കേട്ടാ. എല്ലാരും അവരവരുടെ ഫേസ് കാണിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫോട്ടോസ് ഒക്കെ എടുക്കണം. ഫോട്ടോ എടുക്കുമ്പോ പറയാനുണ്ട്, ഞാൻ പോസ് ചെയ്തിക്കാം. ഓക്കെ. ചിക്കുമോൾ എടുത്തോളൂല്ലേ? ഓക്കെ. എല്ലാവരും ക്യാമറ ഓൺ ആണോ? അങ്ങനെ ഞാൻ എന്നെ പിൻ ചെയ്യുന്നില്ല കേട്ടോ. ക്യാമറ ഓൺ ആണോ എല്ലാവരും? ഓക്കെ, നമ്മൾ പിൻ ചെയ്യാണ്, എല്ലാവരും കാണാം. അപ്പൊ ഒരു മിനിറ്റ് ഇടാ, മക്കളായിട്ടൊരു ഒരു ഫോട്ടോ എടുക്കട്ടെ, ഒരു മിനിറ്റ്. കാണാം. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യൂട്ടോ. ഓക്കെ. എന്താണ് ടൈം പോകട്ടോ, 1:30 വരെ ടൈം ഉള്ളൂ, അറിയാലോ. ഇനി എന്താണ് നെക്സ്റ്റ്? എന്താണ് എല്ലാവരും നോക്കി കാണല്ലോ, സ്റ്റാർട്ട് ചെയ്തില്ലേ? നെക്സ്റ്റ് എന്താ മാം? നെക്സ്റ്റ് സ്റ്റാർ, ക്രിസ്മസ് കാർഡ്, പിന്നെ പുൽക്കൂടും മഞ്ജു രാകേഷ്. എവിടെ കാണുന്നില്ല ആരെയും? മാം വലുതായിട്ടൊന്നുമില്ല. ഓക്കെ, എല്ലാരും കാണുന്നുണ്ടോ? ഞാൻ പിൻ ചെയ്യണോ? കാണുന്നുണ്ട് മാം. ഓക്കെ. ഓക്കെ മഞ്ജു, സ്റ്റാർട്ട്. മഞ്ജു ആണോ, ക്രാഫ്റ്റ് ആണോ, എനിവൺ ആണോ? മഞ്ജു എന്തോ മഞ്ജു ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയതാണോ എന്ന് ചോദിച്ചത്. ഉണ്ടാക്കുക. അത് തോന്നിയത്. മഞ്ജു കാർഡ് കണ്ടില്ലടാ, ഒന്ന് കണ്ടോ? കണ്ടോ? കണ്ടു. തട്ടിക്കൂട്ട്. ഓക്കെ. എല്ലാവരും നല്ല ഭംഗിയുണ്ട്. മാം നെക്സ്റ്റ് ക്രിസ്മസ് സ്റ്റോറി അനുപ്രിയ. മാം okay. Good afternoon everyone. Today I'm very happy to tell you the story behind the Christmas. Before that, I would like to introduce my little Santa. കാണാൻ പറ്റുമോ എല്ലാവർക്കും? അയ്യോ,
സ്റ്റാൻഡേർഡ് താടി പോലത്തൊക്കെ പറഞ്ഞു തുടങ്ങി. Sandra, hi, how are you? ആള് ഇത്തിരി കഴിയുന്നു. Yeah. Okay. Christmas is celebrated to remember the birth of Jesus Christ. Long ago, Mary and Joseph traveled to Bethlehem because there was no place for them to stay. Baby Jesus was born in small stable and placed gently in a manger. On that special night, angels appeared in the sky and announced the joyful news to the shepherds. The shepherds hurried to see baby Jesus and felt great happiness in their heart. A bright and shining star appeared and guided the three wise men to Bethlehem. They offered baby Jesus special gifts of gold, frankincense, and myrrh. This is why we decorate Christmas trees and hang a star in our home to remember the star of Bethlehem and hope it brings. The Christmas tree also reminds us of life, happiness, and sharing joy with our family and friends. Santa Claus is an important symbol of Christmas. He reminds us the joy of giving, helping the needy, caring for others, and making children smile. As Jesus grew up, he taught people to love one another, forgive mistakes, help the needy, and live together in peace. Christmas reminds us to open our hearts, share what we have, and spread kindness wherever we go. Christmas also teaches that we are all one. When we live in unity, the world becomes a better and happier place. May this Christmas fill our hearts with the joy, hope, and togetherness. Once again, I wish you all Merry Christmas and Happy New Year. Thank you. Yeah, okay, Anipriya. Yeah. Then? Okay, ഭയങ്കര സ്ലോ ആണല്ലോ. എന്ത് ചെയ്യ് പെട്ടെന്ന് പെട്ടെന്ന്. ക്രിസ്മസ് സ്ക്രിപ്റ്റ് ഷെയറിംഗ്. മിസ് ഒരുമിച്ച് കാണിക്കാമേ. നമുക്ക് കാണാമോ? കാണാം. Okay. Yeah. Then മാം നെക്സ്റ്റ് കാരോൾ സോങ് ആണ്. okay, അതാണ് വെയിറ്റിംഗ്. കാരോൾ സോങ് ബൈ വിദ്യ, അയന, റീന, ആൽഫിയ, നൈസി, പ്രസീത, ഹിസ, ചിക്കുമോൾ. Okay. ഫ്രണ്ട്സ് എല്ലാവരും റെഡി അല്ലേ? Yes, Chiku. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. വന്നിട്ടുണ്ടോ? ഞാൻ തന്നെ തുടങ്ങണം. റീന തുടങ്ങിക്കോടാ. ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ ആമോദരായി വന്ന രാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകരായി
രാജകുമാരിയോടൊത്തന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു തേജസ് മുന്നിൽ കണ്ടു അവർ ബത്ലഹേം തന്നെ വന്നു തേജസ് മുന്നിൽ കണ്ടു അവർ ബത്ലഹേം തന്നെ വന്നു രാജാതിരാജന്റെ പൊന്തിരുമേനി രാജാതിരാജന്റെ പൊന്തിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു മന്നരാജുകൾ ഇടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തുന്ന് തിങ്കൾ കലപാടി മന്നവർ മൂവരും ദാവീദിൻ സുതനേ മന്നവർ മൂവരും ദാവീദിൻ സുതനേ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി റീന വെരി ഗുഡ്. കുറച്ച് സൗണ്ട് കുറച്ച് ക്ലിയർ അല്ലായിരുന്നു കേട്ടോ. എന്നാൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കൊള്ളാം. ഓക്കെ, യാ. ദെൻ നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ആരാ? പാടൂ. അയനയില്ലേ? മിന്ന മിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. മിന്ന മിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. ആഹാ ഉന്നതരെ മുറ്റ സ്വരത്തോടെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുറ്റ സ്വരത്തോടെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. മിന്ന മിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. എമ്മാനുവേലിന്റെ സ്നേഹം തേടുമ്പോൾ സമ്മാനം നേടുന്നു മണ്ണിലെല്ലാവരും. കണ്ണോട് കണ്ണായി കാണാം നാമത്തെ പുണ്യാഹം പോലെ എന്നും ഉള്ളിൽ കാത്തിടാം. എന്നും ക്രിസ്മസിനാനന്ദം പൂത്തിങ്കളായി നിന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേകിടും. എന്നും ക്രിസ്മസിനാനന്ദം പൂത്തിങ്കളായി നിന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേകിടും. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ച സ്വരത്തോടെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ച സ്വരത്തോടെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. മിന്നിത്താരമെങ്ങും മിന്ന മിന്നി പോലെ മഞ്ഞ പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. രാജാതിരാജന്റെ വീടി പുൽക്കൂട് കാണുമ്പോൾ അന്തിച്ചു നിൽക്കുന്നു നാം. കൺമുൻപിൽ കർത്താവ് വിതറും സത്യങ്ങൾ കാണാതെ പോകുന്ന അന്ധതയാണുള്ളിൽ. മണ്ണിൽ ഒട്ടി
മണ്ണിലൊട്ടേറെ പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻ്റെ മനസ്സിൽ പിറന്നില്ലേൽ അത് വ്യർത്ഥമായി. മണ്ണിലൊട്ടേറെ പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻ്റെ മനസ്സിൽ പിറന്നില്ലേൽ അത് വ്യർത്ഥമായി. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ, ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ, ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറങ്ങട്ടെ. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നിത്താരമെങ്ങും മിന്നാമിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമാ സർവലോകർക്കും നന്മയേകും കാരുണ്യമാ. ബത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമാ സർവലോകർക്കും നന്മയേകും കാരുണ്യമാ. ബത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരകൾ പുഞ്ചിരി തൂകി, മണ്ണിൽ ഗ്ലോറിയ നാദങ്ങൾ പാടി. അവൻ പള്ളിക്കച്ച അണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയാ, എന്നും ആഘോഷമുണരുകയായി. ദൂരെ നിന്നും തങ്കത്തിൽ സമ്മാനങ്ങൾ കൊണ്ടെത്തി, രാജാക്കന്മാർ ഒന്നായി നീളെ വാഴ്ത്തിപ്പാടി ഹല്ലേലൂയ. എന്നും നിന്നെ ലോകത്തായി ഉള്ളോരെല്ലാം വാഴ്ത്തുന്നേ, ഇന്നും നിന്റെ സ്നേഹത്താലെ ധന്യം ധന്യം വാണിടുന്നേ. രാജാതിരാജനേ എന്റെ മാർഗദീപമേ, എൻ ജീവധാരയിൽ ചൈതന്യമാകണേ. പുൽക്കൂട്ടിലെ പുൽപ്പായയിൽ കനിവായി വാഴണേ. പൊട്ടാസ് പൂക്കുറ്റി കമ്പിത്തിരി, മത്താപ്പ് റോക്കറ്റ് ചെമ്പൂത്തിരി. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി. ബത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരകൾ പുഞ്ചിരി തൂകി, മണ്ണിൽ ഗ്ലോറിയ നാദങ്ങൾ പാടി. അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്പി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി, എന്നും ആഘോഷമുണരുകയായി. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടിയുറക്കിടുവാനായി മനതാരിൽ നിനച്ചിടുന്നു. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടിയുറക്കിടുവാനായി മനതാരിൽ നിനച്ചിടുന്നു. എത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ജീവന്റെ പാതയിൽ കാരുണ്യക്കനവായി കരുണാതനലിഞ്ഞ ദിനം, ആലോലമാട്ടിയിൽ അണിച്ചിടുവാൻ കൃപയിൽ നിറഞ്ഞിരുന്നു. ജീവന്റെ പാതയിൽ കാരുണ്യക്കനവായി കരുണാതനലിഞ്ഞ ദിനം, ആലോലമാട്ടിയിൽ അണിച്ചിടുവാൻ കൃപയിൽ നിറഞ്ഞിരുന്നു.
ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ ഇന്ന് പിള്ളേരാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ പിള്ളേരാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്, ദൈവപുത്രൻ പിറക്കുമെന്ന്. Okay, കഴിഞ്ഞോ? Yeah, very good. കൊള്ളാം. സ്റ്റാർട്ട് ചെയ്യല്ലേ? എല്ലാരും സോറി, നെറ്റ് ഇഷ്യൂ ഉണ്ട്. നല്ല കോമ്പിനേഷൻ. കൊള്ളാം. നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. കൊള്ളാം, നല്ല പാട്ടാണ് കേട്ടോ. പാടാൻ പറ്റിയ പാട്ടൊക്കെയാണ്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. കഴിഞ്ഞോ? ഒരുപാട് സാൻഡി ഉണ്ടല്ലോ, കുഞ്ഞി സാൻഡി ഉണ്ട്, എല്ലാവരും മക്കളായിട്ട് ഇരിക്കുന്നു. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനായിട്ട്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണുന്നില്ലല്ലോ, എല്ലാരും നോക്കിയിരിക്കുകയായിരുന്നു. കൊള്ളാം. ഓക്കെ. ഓ, മഞ്ജു പിന്നെ കുറച്ച് തിരക്കിലാണ് സാൻഡ. ഇനി ഫേസ് കാണിക്കാം, എല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താ? ആരെങ്കിലും ഫോട്ടോ എടുക്കണം കേട്ടോ. എല്ലാരും കുനിഞ്ഞിരിക്കുക, ക്യാമറയിലൊന്നും കാണാനില്ല, ചിലവരൊന്നും താഴ്ന്നൊക്കെ ഇരിക്കും. ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഡാൻസ് ഒന്നുമില്ല നിങ്ങളുടെ? പാട്ട് മാത്രമേക്കുള്ളോ? ഡാൻസ് ഒന്നുമില്ല? ഞാൻ അതൊക്കെ പ്രതീക്ഷയാണോ വന്നേ? ഡാൻസ് ഒന്നുമില്ലേ? മിസ്സിന് സമയമില്ലെന്നുള്ളതുകൊണ്ട് എല്ലാം ചുരുക്കി മിസ്. ഓ, ഇത് വല്ലാത്തൊരു ചുരുക്കലായിപ്പോയല്ലോ. ഇത്രയും ചുരുക്കം ഉണ്ടായിരുന്നു കേട്ടോ. മാം, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എല്ലാവരോട്. നമ്മളെല്ലാവരും സാന്റ സാന്റ എന്ന് പറയും, പക്ഷെ ഈ സാന്റ പറഞ്ഞ ആൾ ആരാണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. അറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം. സാന്റ എന്ന് പറഞ്ഞ ഒരു ബിഷപ്പായിരുന്നു, ഒരു ടർക്കിഷ് ബിഷപ്പായിരുന്നു, ഒരു ഫാദർ, മീൻസ് നമ്മുടെ പള്ളിയുടെ അച്ഛനെക്കാളും ഇച്ചിരി കൂടെ മുതിർന്ന ഉള്ള ആള് ഒരു ബിഷപ്പായിരുന്നു. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ ഒരു ടർക്കിയില് ജീവിച്ച് വളർന്ന് അവിടെ തന്നെ ഒരു ശുശ്രൂഷകൻ ആയ ഒരു ആളായിരുന്നു. അതിന്റെ ഷോർട്ട് ചെയ്ത് സെന്റ് നിക്കോളസ് എന്നായിരുന്നു പുള്ളിക്കാരന്റെ പേര്. അത് ഷോർട്ട് ആയിട്ട് അത് സാന്റാന്ന് ആയിപ്പോയെന്നേ ഉള്ളൂ. അത് നമുക്ക് പൊതുവേ ഉള്ള ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ആർക്കും അറിയത്തില്ല ഈ സാന്റ എന്ന് പറഞ്ഞ ഒരാൾ എന്തുവാണ്. എല്ലാവരും വിചാരിക്കുക ഒരു മീൻസ് നമ്മളൊരു ഇമാജിനേഷനിൽ ഒരാള് ക്രിയേറ്റ് ചെയ്ത ഒരാളാണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ യഥാർത്ഥം പറഞ്ഞാൽ അത് അങ്ങനെയല്ല. പുള്ളിക്കാരൻ ഒരു ബിഷപ്പായിരുന്നു. പുള്ളിക്കാരൻ കൂടുതലായിട്ട് ഈ ചാരിറ്റി വർക്കും ഭയങ്കര പാവപ്പെട്ടുള്ള ആൾക്കാർക്ക് സഹായിക്കാനും അങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയായിരുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ രാജ്യത്തിൽ പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുമായിരുന്നു. പുള്ളിക്കാരന് പൊതുവേ ഉള്ളൊരു സ്വഭാവമായിരുന്നു എല്ലാവർക്കും ഗിഫ്റ്റ്സ് കൊടുക്കുക, അല്ലാതായാലും ഫിനാൻഷ്യലി ആയാലും അല്ലാതെ കാര്യത്തിനായാലും സഹായിക്കുക, അവർ എല്ലാവർക്കും വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നന്മ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ആ രാജ്യത്തിൽ പുള്ളിക്കാരൻ എല്ലാവർക്കും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു ശീലം കാരണമാ ഈ അവിടെ നിന്ന് വന്ന ഒരു ഇത് ഒരു മെസ്സേജ്, ഒരു മീൻസ് കസ്റ്റമാ സാന്റ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം മുമ്പിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ ഈ മീൻസ് ക്രിസ്മസിന്റെ സമയത്തിലൊക്കെ കൂടുതലായിട്ട് ഈ അവരുടെ ലോക്കലുള്ള ആൾക്കാരുടെ പുള്ളിക്കാരന്റെ ചുറ്റിലുള്ള ഏരിയയിലുള്ള ആൾക്കാർക്ക്, പാവപ്പെട്ട ആൾക്കാർക്ക് അങ്ങനെ രാത്രി പോയി ഗിഫ്റ്റ്സ് ഒക്കെ അവരുടെ വീടിന് മുറ്റത്ത് വെക്കുന്ന ഒരു കസ്റ്റമാ ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യായിരുന്നു, 23rd ബേസിക്കലി 23rd രാത്രിയില് എന്റെ അമ്മയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആക്കുമ്പോൾ അതിന്റെ താഴെ വെക്കുമായിരുന്നു.
എന്നിട്ട് നമ്മള് പിള്ളേരോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു ദാറ്റ് സാന്റാക്ലോസ് വരും, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരും. പക്ഷെ അത് അങ്ങനെ ഒന്നും നടക്കത്തില്ലായിരുന്നു. പക്ഷെ ചുരുക്കത്തിൽ എന്റെ വീട്ടിൽ എന്റെ അമ്മ ആ കാർഡ് വായിച്ചിട്ട് പിറ്റേ ദിവസം ആ ക്രിസ്മസ് ട്രീയുടെ താഴെ തന്നെ പറ്റുന്നതാണെങ്കിൽ മമ്മി അത് മേടിച്ച് വെക്കുമായിരുന്നു. പക്ഷെ പണ്ടത്തെ ആ ടർക്കി നാട്ടിൽ നടന്നത് എന്തുമായിരുന്നു, ആ സാന്റാക്ലോസ് അവരുടെ കിറ്റിയിലുള്ള ഗിഫ്റ്റ്സ് ഒക്കെ ആ വീടിന്റെ മുറ്റത്ത് എല്ലാവർക്കും ആ വീട്ടിൽ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതായിരുന്നു. അപ്പൊ അങ്ങനെ ആ സെന്റ് നിക്കോളസ്, നമുക്ക് ഒരു ബിഷപ്പ് ആയ ഒരു സെന്റ് നിക്കോളസ് സാന്റാ ക്ലോസ് ആയി മാറിയത്. ഓക്കെ ഓക്കെ സുബി, വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, ആളുടെ ലുക്ക് ഇങ്ങനെ തന്നെയായിരുന്നോ? ലുക്ക് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഇതെല്ലാം നമ്മള് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലുക്കാ. പുള്ളിക്കാരൻ ഒരു പുരോഹിതനായിരുന്നു. അപ്പൊ അതിൻ്റെതായുള്ള ജപമാല കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മീൻസ് പുള്ളിക്കാരന്റെ ഒരു നമ്മള് ബുക്കുണ്ട്, സെന്റ് നിക്കോളസ് എന്ന് പറഞ്ഞിട്ട് ഒരു റിച്വൽ ഒരു ബുക്കുണ്ട്. അതിനകത്ത് പുള്ളിക്കാരന്റെ കാര്യങ്ങളൊക്കെ വിശേഷമായിട്ട് മൊത്തം എഴുതിയിട്ടുണ്ട്. പുള്ളിക്കാരൻ വളരെ ഒരു പാവപ്പെട്ട ഒരു ഫാമിലിന്നായിരുന്നു. മീൻസ് വളരെ ഫിനാൻഷ്യലി ആയാലും അല്ലാതെ ഒരു നല്ലൊരു ബുദ്ധിമുട്ട് അനുഭവിച്ച ഉള്ള ക്രിസ്ത്യൻ ഫാമിലിന്ന് തന്നെ ബ്രോഡ് ആൻഡ് ബ്രോട്ടപ്പ് ആയ ഉള്ള ഒരു ആളായിരുന്നു. നമുക്ക് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ഗൂഗിളിലായാലും അവരുടെ പുള്ളിക്കാരന്റെ നമ്മളുടെ ഈ ഹിസ്റ്റോറിക്കൽ ബുക്സ് ഒക്കെ കിട്ടത്തില്ലേ, അവിടെ ലൈബ്രറിയിലൊക്കെ സെന്റ് നിക്കോളസ് ദ ബിഷപ്പ് എന്ന് പറഞ്ഞിട്ട് ബുക്കുണ്ട്. അതിനകത്ത് വായിക്കുവാണെങ്കിൽ കൂടുതൽ ആ പുള്ളിക്കാരന്റെ ജീവിത ചരിത്രങ്ങൾ നമുക്ക് കൂടുതൽ നല്ലതായിട്ട് വായിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചേ ഉള്ളൂ, ഇതിന്റെ പുറകിലുള്ള എന്താണ് എന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അതിന്റെ പുറകിൽ മാം ഒത്തിരി വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ഇത് ചുരുക്കത്തിൽ ഞാൻ നമ്മൾ ഈ ആചാരം, നമ്മൾ ഈ സെന്റ് നിക്കോളസ്, നമ്മുടെ സെന്റാ ക്ലോസ് എന്ന് പറയുന്ന ആ ഒരു ആളുടെ പുറകിലുള്ള കുറച്ചൊരു ഗ്ലിംസ് മാത്രം, ബിക്കോസ് അത് നമ്മൾ പറയാൻ തുടങ്ങിയാൽ അത് തീരത്തില്ല. ഓക്കെ, എന്തായാലും ഷോർട്ട് ആണ് കാര്യം മനസ്സിലായല്ലോ. ഞാൻ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായ ഒരു കാര്യമാണ് കേട്ടോ. സന്തോഷം, ഇൻഫർമേഷൻ കിട്ടിയ സന്തോഷം. ഓ, മഞ്ജു പറഞ്ഞ പോലെ രണ്ട് മഹാബലി അല്ലേ, മഹാബലിയുടെ ഒക്കെ ആ ഒരു മോഡലൊക്കെ ആയിട്ട് വരും, അങ്ങനെയും പറയാം. ഓക്കെ, ക്ലിയർ, ആ ഡൗട്ട് അങ്ങനെ ക്ലിയർ ആയി. ഓക്കെ, പിന്നെ എന്തൊക്കെയാ കഴിഞ്ഞ പ്രോഗ്രാംസ് ചോദിച്ചോ? കഴിഞ്ഞോ? ഗെയിം ഉണ്ട്, ഗെയിമോ? ഓക്കെ 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 ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഒരു ഗെയിം ആണ്. ഞാൻ പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും ആൻസർ ഒക്കെ പെട്ടെന്ന് വരും, പെട്ടെന്ന് ചാടിക്കേറി പറയരുത്. ആലോചിച്ച് തരുന്ന ക്ലൂ ഒക്കെ കേട്ടിട്ട് ഓരോരുത്തരായിട്ട് പറയേണ്ട ഒരു നെയിം ഒന്ന് ടെക്സ്റ്റ് ചെയ്ത അങ്ങനെ. ഓക്കെ, അങ്ങനെയല്ല പറയേണ്ട, ഒരു കൈ പൊക്കിയാൽ മതി, ടെസ്റ്റ് ചെയ്യാനൊക്കെ സമയം. ഓക്കെ 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 1 മിനിറ്റ്. ഞാനൊരു ഇമേജ് ഫസ്റ്റ് കാണിക്കുന്നത്, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണം. എല്ലാവർക്കും കാണാലോ അല്ലേ? കാണുന്നുണ്ട്, കുറച്ച് പിൻ ചെയ്യണോ? ഞാൻ കാണുന്നുണ്ടോ? കുറച്ചായിട്ട് കാണുള്ളൂ, ഫേസ് ക്ലിയർ അല്ല. ഓക്കെ, ഞാൻ പിൻ ചെയ്യാവേ. അല്ല, ഇപ്പൊ കാണാം. ഇപ്പൊ കാണാം. എന്റെ ക്വസ്റ്റ്യൻ, ഇത് ഏത് സിനിമയാണ്? മമ്മൂട്ടിയാണ്. ഇത് ഏത് സിനിമയാണ്? സ്ക്രീൻ ഒന്ന് ചെറുതാക്കിയേ. കമ്പ്യൂട്ടർ ഈ ഫിലിമില് നെഗറ്റീവ് വേഷത്തിൽ അഭിനയിച്ചതിന് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ഫിലിമാണ്. പറയട്ടെ? പാലേരുമാണിക്യം. അല്ല അല്ല അല്ല. ഓപ്ഷൻസ് തരുമോ? വിധേയനാണോ? വിധേയൻ. യെസ്, കറക്റ്റ് ആൻസർ, വിധേയൻ. ആരാ പറഞ്ഞത്? നമ്മുടെ പ്രസീതയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസീത ഹെൽപ്പ് ചെയ്ത്. നെക്സ്റ്റ്. ദേവാസുരം. ഒരു ക്ലൂ തരാം.
ഈ ഫിലിമിന് മോഹൻലാലിന് നാഷണൽ അവാർഡ് കിട്ടിയില്ല. പക്ഷെ മോഹൻലാലിന് നാഷണൽ അവാർഡ് കിട്ടാത്തതുകൊണ്ട് കമലഹാസൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, എനിക്ക് കിട്ടിയ നാഷണൽ അവാർഡ് എല്ലാം വേസ്റ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് സിനിമ മനസ്സിലായി. മോഹൻലാൽ ഒരു പെയിന്റർ ആയിട്ടുള്ള ഫിലിമാണ്. പക്ഷെ ഫിലിമിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ സിനിമയുടെ പേര് സദയമല്ലേ? അതെ സദയം. ജയൻ പ്രസീത. മൃഗയ. ക്യാരക്ടറിന്റെ പേരാണ് ഞാൻ ചോദിക്കുന്നത്, സിനിമയല്ല എനിക്ക് അറിയേണ്ടത്, ക്യാരക്ടറിന്റെ പേര്. അപ്പുണ്ണി ഓക്കെ, പുട്ടൂർ മീസ്. ഇനി സിനിമ പറ. പൊന്തമ്മാള അല്ല. യെസ്. അല്ല, സോറി, സൂര്യമാനസമാണ് പേര്. സൂര്യമാനസം എല്ലാം ഒരേപോലെ ഇരിക്കും. നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. കുട്ടനാടൻ മാർപ്പാപ്പ. ശരിയാണോ? പുലിവാൽ കല്യാണം. മറ്റേ മണം. ക്യാരക്ടറിന്റെ പേര്. പുലിവാൽ കല്യാണം, മണവാളൻ. വെട്ടം. സിനിമയുടെ പേര് വെട്ടം. ഇങ്ങനെ ഗോപിയല്ലേ ചോദിക്കുന്ന. ഓക്കെ, കറക്റ്റ് ആണ്. കമലദളം. എല്ലാരും കൈ പൊക്കിയിട്ടാണോ ഉത്തരം പറയണത്? വെറുതെ ഉത്തരം പറയും. എല്ലാരും ചാടിയാണ് ഉത്തരം പറയുവോ? വാനപ്രസ്ഥം. ഞാനിവിടെ അറിഞ്ഞു നോക്കിയിട്ട് ഉത്തരം പറയാതെ കൈ പൊക്കണതിന് മുമ്പ് വെറുതെ ഉത്തരം പറഞ്ഞോണ്ടിരിക്കുക. എല്ലാരും ചാടി പറയും. നാഷണൽ അവാർഡ് കിട്ടിയ ഫിലിമാണ് വാനപ്രസ്ഥം. ഇതേത് ഫിലിമാണ്? മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ഫിലിമാണ്. ഇംഗ്ലീഷ് ഫിലിമാണ്. ഹലോ, അതെ. പറയൂ. ഇരുട്ടത്തെ ഇരിക്കണേടാ. ട്യൂബ് ഇടറോ? എന്റെ മുഖമൊക്കെ കാണണ്ട നിങ്ങക്ക്? ലൈറ്റ് ഓഫ് ആണ് ഇപ്പൊ, അതാ ചോദിച്ചത്. ആൻസർ പറ. ഭരണഘടന എഴുതിയ ആളുടെ സിനിമയാണ്. അംബേദ്കർ. ടൈറ്റാനിക്. ഇതിന്റെ ഡയറക്ടർ ആരാണ്? അതെനിക്കറിയാം, എല്ലാവർക്കും അറിയാം. ഡയറക്ടർ. അതെ, സ്ക്രീൻ ഭയങ്കര വലുതാ, ഞങ്ങക്ക് കാണാൻ പറ്റണില്ല. ടൈറ്റാനിക് ആണ് ഡയറക്ടർ. കഴിഞ്ഞു. എനിക്ക് കുറച്ചൊന്നും കിട്ടിയില്ല കേട്ടോ. പറയാനുണ്ടാ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ക്രിസ്മസ് പപ്പ ആരാന്ന് നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കണം എന്ന് വിചാരിച്ചത്. ഞാനിങ്ങനെ റെഡി ആയി വരുമ്പോ ഡ്രസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ചിക്കു പേരെഴുതിയിട്ട്
അല്ലെങ്കിൽ മനസ്സിലാവും. പിന്നെ പ്രൊഫൈൽ നെയിം കിടക്കില്ല അവിടെ. നെയിം ഉണ്ടാവുമല്ലോ മഞ്ജുരാജിന്. ചീറ്റിപ്പോയി. പിന്നെ കളിക്കൂ, വേഗം കളിക്കൂ. കാണട്ടെ, ഡാൻസ് ചെയ്യാതിരിക്കായിരുന്നു. ഫേസ് കാണാനല്ല. മിൻസി മ്യൂട്ടാണ്. മിൻസി അൺമ്യൂട്ട്. കുടിക്കണ്ട. മതി മതി. താങ്ക് യു. ഓക്കെ, 2 സാന്റമാർക്ക് ക്ലാസ് ഇല്ലേ? നന്നായി കളിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ സൗണ്ട് കേട്ടോ? ഇനി എന്റെ പ്രോബ്ലം ആയിരുന്നോ? സൗണ്ട് ഉണ്ടായിരുന്നോ? ഇല്ല മിസ്, പാട്ട് കേൾക്കാൻ പറ്റിയില്ല. ഇടക്ക് ഒന്ന് കേട്ടു, അത് കഴിഞ്ഞ് കേട്ടില്ല. മിസ്സേ, എന്റെ മോളൊരു പാട്ട് പാടാന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, പാട്ട് പാടൂ. പൊൻതാരകം 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 മിന്നി വർദ്ധകേ മിൻ രാജകുമാർ കണ്ണുകൾ ചിമ്മി ആട്ടിടയന്മാർ മലമേലുകളിൽ അതിക്ഷീണിതരായുറങ്ങി ആട്ടിടയന്മാർ മലമേലുകളിൽ അതിക്ഷീണിതനായുറങ്ങി ഗായകരോദിയ വാർത്തറിഞ്ഞവർ പുൽക്കുടിൽ തേടിയെത്തി ഗായകരോദിയ വാർത്തറിഞ്ഞവർ പുൽക്കുടിൽ തേടിയെത്തി. താങ്ക് യു. ഓക്കെ, പേരെന്തായിരുന്നു? പേര് പറയൂ. നൈക. 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 ഓക്കെ നൈക, നന്നായി പാടിട്ടോ. വെരി ഗുഡ്.
ഓക്കെ. നെക്സ്റ്റ് അന്താക്ഷരി പ്രസീതയുടെ വക ഒരു അന്താക്ഷരിയും കൂടെ ഉണ്ട്. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം. യെസ് മാം. ആർക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഫസ്റ്റ് സോങ് പാടി. ഞാൻ പാട്ട് പാടിക്കോ. അതിന്റെ സിനിമാ പാട്ടല്ലേ പാടുന്നത്? അത് മതി, അത് മതി. ഉൾത്തൊഴുത്തിൽ ഉണ്ണിപ്പറ, അത് മതിയാ? അത് സിനിമാ പാട്ടല്ലേ അല്ലേ? പാട്ട് പാടും, നീ പഠിക്കോ? സിനിമാ പാട്ട് ഏതെങ്കിലും പറഞ്ഞു. പിന്നെ ഓടി വാ, സിനിമ അന്താക്ഷരി സ്റ്റാർട്ട് ചെയ്യല, ഓടി വാ, പാട്ട് പാടാ ആദ്യം. എന്റെ മൂത്ത മോള് വന്നിട്ടുണ്ട്, ഒരു പാട്ട് ഇപ്പൊ പാടാം. കണ്ടാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, എന്നെ കൂടാറില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ മതിയില്ലേ? തണലോലം താ താ. ഹാൻഡ് റൈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിനാവിന് കമ്മലിട്. അങ്ങനെയുണ്ടല്ലേ? ഫേസ് കാണാനല്ല, ആരാ പറഞ്ഞത്? ഏതക്ഷരമായ ഫോട്ടോ എടുക്കാൻ താൻ തന്നെയാണോ? താമരക്കുരുവിക്ക് തട്ടമിട്. വീണ്ടും വേറെ ആണെങ്കിലും ആർക്കെങ്കിലും പാടാവോ? ആർക്കും എല്ലാവർക്കും താവച്ചിട്ട്. തങ്കത്തിങ്കൾ തങ്കത്തിങ്കൾ നനലാ, ബാക്കി അറിയില്ല. നീരാടിയാടും നിറസന്ധ്യയിൽ സാപാട്. താമരപ്പൂവാലും ദേവിയല്ലോ നീ. അത്ര അറിയുന്നു. നിദ്ര നീങ്ങിയല്ല ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു. തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ഉണ്ണികൾ പൊന്നുണ്ണി വാവാവോ. ടീച്ചറെ പാടണില്ലേ? സമ്മാനം ഇങ്ങുതരാ മേലെ തങ്കനിലാക്കിണ്ണം. നിന്റെ തിങ്കളാഴ്ച മോശം ഇത് മുടക്കും ഞാൻ കിളി
പാട്ട് പാടി വരുമോ രണ്ടുപേര് പാടി. പൂത്ത വഴിയിൽ. അങ്ങനെ ഒരു പാട്ട്. വാ വായാ ആ വാ വാ താമര പെണ്ണെ നീ എൻ സുന്ദരനല്ലേ കൂടെ കളിക്കാം വാ. ഓ സാന്ത്വന വാ വാ. ടീച്ചറെ ഒരു പാട്ട് പാട്. ഓക്കെ, അന്താക്ഷരി ബേസിൽ പാടില്ല, എനിക്ക് അറിയാവുന്നൊരു പാട്ട് ഞാൻ പാടാം. ഓക്കെ. എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ, ഭയങ്കര എക്കോ വരുന്നുണ്ട്. മുകിലേ വാണി വന്നു വീണാലോർമകളിൽ ശ്യാമവർണ്ണ കളിയാടി നിൽക്കും കലയുന്ന. ഹലോ, ഒരു മിനിറ്റ് കേട്ടാ, ഒരു മിനിറ്റ്. മിസ് ഒരു പാട്ട് പാടാതുകൊണ്ട് എല്ലാരും കേക്കണില്ലേ? മിസ് ഇപ്പൊ ഒരു പാട്ട് പാടും. അന്താക്ഷരി അല്ലെങ്കിൽ അവസാനിക്കത്തില്ല. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് ടീച്ചറെ പാട്ട് കേൾക്കാം. കഴിഞ്ഞോ? ഓക്കെ ഓക്കെ, കഴിഞ്ഞോ? ടൈം ആയിട്ടുണ്ട്, എന്ത് ചെയ്യാം നമുക്ക്? ഓക്കെ, മാം പാട്ട് പാടി വൈൻഡപ്പ് ചെയ്യും. ഞാൻ പാട്ട് പാടി വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പാട്ട് പാടാം. വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല, പാട്ട് പാടാം. വൈൻഡപ്പിൽ അങ്ങനെ ചെയ്തോളാം. പാടാം. ഇപ്പൊ ഏതാണെന്ന് അറിയില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പാടുന്നു അത്രയേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. എനിക്ക് മനസ്സിൻ മണിയിലെ മാന്തളിൽ മണിക്കൊരുന്നേ കനവായി മിഴികളിൽ തഴുകാം ഞാൻ മനസ്സിൻ മണിയിലെ മാന്തളിൽ മയങ്ങോ മണിക്കുരുന്നേ കനവായി മിഴികളിൽ തഴുകാം ഞാൻ ഉറങ്ങും പകലൊളിമായും കുളിരലമോടുമ്പോ പകലൊളിമായും കുളിരലമോടുമ്പോ ഇരുളു വീഴും വരയിൽ പോകും പിന്നെ രാത്രിതൻ നൊമ്പരം മാറ്റുവാൻ മനസ്സിൻ മണിയിലെ മാന്തളിലെ മയങ്ങോ മണിക്കൊരുന്നേ കനവായി നീ കളിതഴുകാം ഞാൻ താങ്ക് യു മാം. അടിപൊളിയായിരുന്നു. ഓക്കെ, ഇപ്പൊ നല്ലതല്ലെങ്കിൽ ഞാൻ പറയൂ അല്ലെ? അറിയത്തില്ല. മിസ്സേ, നാളെയൊക്കെ ക്ലാസ് ഉണ്ടാ? ലീവ് തുടങ്ങിയ? ഇൻഫർമേഷൻ വരും, പേടിക്കണ്ട. മിക്കവാറും മൺഡേ ഉണ്ടാവുള്ളൂ കേട്ടോ, തോന്നുന്നു. മൺഡേ, അടുത്ത മൺഡേ അല്ലേ? ഓക്കെ, അപ്പൊ മൈൻഡ് ചെയ്യാം. മിസ്സേ, എനിക്കൊരു കാര്യം പറയാനായിരുന്നു. പറയൂ. ഫോൺ ചെയ്യണ എന്തോ പോസ്റ്റ് ഓഫീസിൽ ചേച്ചി വന്നേക്കണേ നോക്കിയേ. മഞ്ജു മ്യൂട്ട് ചെയ്യോ മഞ്ജു? സോറി. ഞാനാ കാർത്തികയാ. കാർത്തിക എവിടെ? കാണുന്നില്ലല്ലോ. ആ, എവിടെയുണ്ട്? ഓക്കെ, പറയൂ. ഞാൻ റേഞ്ച് ഇല്ല കാർത്തിക. ഓക്കെ, കാർത്തിക കേൾക്കുന്നില്ല കേട്ടോ, റേഞ്ച് ഇല്ല. പോയോ? പോയി. ഓക്കെ, ഫോട്ടോ എടുത്താ? ആ അതെ, ഫോട്ടോ എടുത്തു. ഫോട്ടോ ഒക്കെ ഒത്തിരി എടുത്തിട്ടുണ്ട്. ഓക്കെ, വൈൻഡ് ചെയ്യാം. അപ്പൊ കട്ടായിപ്പോയി, അതാ. പറയൂ മിസ്സേ. ഞാനേ കേക്കാവോ? കേക്കാം, പറയൂ. ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, ചെറിയൊരു ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ആ ജോലി ഇപ്പൊ ഇന്നുകൊണ്ട് തീരുവാ.
ഞാൻ സബ് സെന്ററിൽ ഇതായിട്ട് ഈ അറ്റൻഡർ പോസ്റ്റ് ആയിട്ട് ഇരിക്കുവായിരുന്നു. അപ്പൊ ഇന്നുകൊണ്ട് തീരുവാ. ഇന്ന് 6 മാസത്തെ കോഴ്സ്, 6 മാസത്തെ ഇതിലാ വണ്ടി പോകുന്നുണ്ടൊക്കെ. ഓക്കെ, പറയൂ, കേൾക്കാം. അപ്പൊ കുറച്ച് നാളായിട്ട് ഫോണൊന്നും യൂസ് ചെയ്യുന്നില്ല. ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എന്റെ നമ്പർ കട്ടായി പോയി. അപ്പൊ അതെങ്ങനെ എന്താ ചെയ്യണ്ടേ, എനിക്കൊന്നും അറിയാനും പറ്റുന്നില്ല, ഒന്നുമില്ല. ക്ലാസ് റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല, ഒന്നുമില്ല. ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ ഒരു മാർഗവും ഇല്ലാതായി പോയി. ഓക്കെ കാർത്തിക്, ആ ചിക്കുമോൾ നമ്പർ ഷെയർ ചെയ്യൂ കേട്ടോ. ഓക്കെ, കാർത്തിക 1 മിനിറ്റ് നമ്പർ എന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറയൂ. 70 34 57. ഞാൻ ടെക്സ്റ്റ് അയക്കാം, അത് നമുക്ക് കൃത്യമായിട്ട് കാണാലോ. 703457. ബാക്കി പറഞ്ഞോ. 1489. ഓക്കെ ആഡ് ചെയ്തേക്കാം ഗ്രൂപ്പില്. അപ്പൊ മാം, നമ്മുടെ പ്രോഗ്രാം ഒക്കെ തീർന്നു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് ടു ഓൾ മൈ ഫ്രണ്ട്സ് ആൻഡ് മാം. ഓക്കെ, സോ ഹാപ്പി ന്യൂ ഇയർ. Happy Christmas. Happy Christmas to all. Okay, Happy New Year. Happy New Year. happy to all.